നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് നമ്മുടെ അലനില്ലേ, അലൻ ശരിക്കും നമ്മുടെ ഒരു OG വ്യൂവറാ. അതായത് നമ്മുടെ സ്ട്രീമിന്റെ ഒരു OG വ്യൂവറാ. അവൻ പണ്ട് തൊട്ടേ നമ്മുടെ സ്ട്രീംസ് എല്ലാം കാണുന്ന ഒരു പയ്യനാട്ടോ, മനസ്സിലായോ? അപ്പൊ അവൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നാളെയാണ് ഈകളെ പടം ഇറങ്ങണത്, എന്താ പോയി കാണണം, പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടാ. ഞാന് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫിലിം കാണാൻ പോയപ്പം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചൊരു വാഴ 2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ല ശരിക്കും പ്രതീക്ഷിച്ചത്. ആദ്യത്തെ 1 കണ്ട് നമ്മൾ ഫാനായി പോയതാണല്ലോ. അപ്പോ ഞാൻ വേറൊരു രീതിയിലാണ് പ്രതീക്ഷിച്ചത് കേട്ടാ. സാറേ ഞാൻ ഗൈസ് ഒരു സ്പോയിലേഴ്സും ഞാൻ പറയത്തില്ല, പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുവാണേ. സാധാരണ നമ്മൾ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഓക്കെ ഒരു അച്ഛനമ്മ ബന്ധം, അല്ലെ അമ്മ മോൻ ബന്ധമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലവർ, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞ. ഇതിനകത്തുനിന്ന് അതായത് ഒരു അനിയത്തി ചേട്ടൻ ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മ അച്ഛൻ, അച്ഛൻ മോന്, അമ്മ മോന്, ഫ്രണ്ട്സ് തമ്മില് എല്ലാം ഉണ്ട്. ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആണ്. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ വെറുതെ ഓവറായിപ്പോഴാണ് പറയാം. ഞാൻ അങ്ങനെ സിനിമ കണ്ട് കരയാറില്ല സത്യം പറഞ്ഞ. ഇതാണ് ഞാൻ ലെക്സിൽ പോയി കണ്ട്, ഞാനും വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു, വിനീതും ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്ന എല്ലാവരും കരഞ്ഞോട്ടൊക്കെ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സീൻ പ്രത്യേകിച്ച് ചേട്ടൻ അനിയന്മാരുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. ആൻഡ് എന്താ പറയാ, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, ഫിലിം പ്രൊമോഷനും അങ്ങനത്തെ പ്രൊമോഷൻ സാധനങ്ങളൊന്നും ഞാൻ വന്നിട്ട് ചുമ്മാ തള്ളി പറയൂല. പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയില്ല, അത്രയും ഹൈപ്പുള്ള പടങ്ങൾ പോലും ഞാൻ വേണമെങ്കിൽ റിവ്യൂവിന് വേണം അങ്ങനെ പറയാനാണെങ്കിൽ ആടൊക്കെ കണ്ടിട്ട് വന്ന് പറയാം. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയല്ല. ബട്ട് സ്റ്റിൽ ഗൈസ് ഗോ എൻജോയ് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടില്ല.